ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആദ്യാനിത് ലോക്സ് ഫേഷ്യൽ. അപ്പോൾ നമ്മളൊരു 5-6 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്നാണ് വരുന്നത്. ഭയങ്കര പനിയായിരുന്നു ഗൈസ്. നല്ല പനി അടിച്ചിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി. ഇപ്പം വൈറൽ പനിയായിരുന്നു ഡോക്ടർ പറഞ്ഞത്. കാരണം ഒരു ഊർജ്ജം ഇല്ലായിരുന്നു, എഴുന്നേക്കാതെ കട്ടിലിൽ നിന്ന് എഴുന്നേക്കാതെ കിടക്കുമായിരുന്നു. ഇപ്പം ഞാൻ വിചാരിച്ച്, എന്നിട്ടും പനി മാറിയിട്ടില്ല, തൊണ്ടയൊക്കെ നല്ല അടപ്പും ഒക്കെ ഉണ്ട്, ചുമയൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചതാണ് മഴയൊക്കെ പെയ്ത് വൈകുന്നേരത്തെ പരിപാടികളെല്ലാം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കാണാം നമുക്ക്. ഓക്കെ, കാണാം. അപ്പം ഗൈസ്, ഞാൻ പറഞ്ഞത് കൊണ്ട് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടതാണ്. ഭയങ്കര മഴയായിരുന്നു കേട്ടോ. മഴ പെയ്ത ഇതാണ് അവസ്ഥ. ഇവിടെ ഇത്രയും അങ്ങ് വെള്ളം കിട്ടി, വെള്ളം കിട്ടിയതുകൊണ്ട് ഇവിടെയൊക്കെ നടക്കാൻ വയ്യാത്തൊരവസ്ഥ. ഇവിടെ ഒരാൾ വേണം മഴ പെയ്ത് പോകുന്നത്, അതിലേക്കൂടെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതാ മുറ്റത്തിൻ്റെ അവസ്ഥയാണ് ഇത്, കണ്ടോ. ഇത്രയും ഭാഗം അങ്ങ് ചെളി കെട്ടുന്ന പോലെ ആവും മഴ പെയ്ത് കഴിഞ്ഞാൽ. ഇവിടെ എല്ലാം ഇങ്ങനെ. അപ്പോൾ ഞാൻ അപ്പുറം മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. എല്ലാം ഇങ്ങനെ തന്നെ. അപ്പം ഗൈസ് ഉണ്ട്, മുറ്റമൊക്കെ ഒരു പരുവായി കിടക്കും. ഒത്തിരി ദിവസമായി മുറ്റമൊക്കെ തൂത്തിട്ട്. പനി കാരണം തൂക്കാൻ ഇറങ്ങിയിട്ടില്ല. അപ്പോഴത്തേക്ക് പിന്നെ മഴയായി. പിന്നാണ്ട് ആ മഴയുടെ ഇതാണ് കാണുന്നത്. ഇവിടെ ഇത്രയും ഭാഗം ഇങ്ങനെ സൈഡ് വാൾ കെട്ടിയേക്കും കേട്ടോ. സൈഡ് വാൾ കെട്ടിക്കൊണ്ടാണ്ട് ഇവിടെ ഇങ്ങനെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ. അവിടെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മൊത്തവും കണ്ട വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ്. ഇത് കണ്ടോ ഗൈസ്, ഇവിടെ ഒരുപാട് ചെടികളൊക്കെ അങ്ങോട്ട് നിൽപ്പുണ്ട്. അവിടെ ഇങ്ങനെ സൈഡ് വാളാണ് കെട്ടിയിരിക്കുന്നത്. പക്ഷേ അതാണ് അവസ്ഥ. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി. എനിക്കൊന്ന് നല്ല വെയിലടിച്ച് തോന്നാലേ ഇനി മുറ്റമൊക്കെ ഒന്ന് തൂക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ ഫ്രണ്ടാണ് ഇപ്പം കണ്ടത്. ഇനി നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം ഞാൻ ദാണ്ട് വെറുതെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയത്. ഒത്തിരി ദിവസം, ഞാൻ പറഞ്ഞില്ലേ, ഒരു 5-6 ദിവസമായി കാണും വീഡിയോ ഒക്കെ ഇട്ടിട്ട്. നല്ല പനിയായിരുന്നു, എഴുന്നേക്കാൻ വയ്യാത്ത അവസ്ഥയിലുള്ള പനിയായിരുന്നു. എന്നിട്ടും സ്വരത്തിനൊക്കെ നല്ല അടവും ഒക്കെ ആയിരുന്നു. അങ്ങനെ ദാണ്ട് ഇങ്ങോട്ടൊന്ന് വീടിൻ്റെ പുറവശമൊക്കെ കാണാനായിട്ട് ഇറങ്ങിയതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഒരാളിവിടെ ഇരിക്കുന്നുണ്ട്. പട്ടിക്കൂടിനകത്തിരുന്ന് എത്തി നോക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ വീട്ടിലെ പട്ടിക്കുട്ടിയാണ്. ലൂണേന്നാണ് പേര് കേട്ടോ. അപ്പോൾ ആ വീടിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് കാണിക്കാം ഞാൻ. ഇത് കണ്ടു ഗൈസ്, ഈ മഴ പെയ്ത് കഴിഞ്ഞാണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതാ അവസ്ഥ. ഇവിടെ എല്ലാം അങ്ങ് വെള്ളം കെട്ടിയ ഒരു പരുവാകും. വീടിന് കുറേ നാളത്തെ പഴക്കമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴുള്ള വീടിനൊന്നും ഇങ്ങനെ തിണ്ണയൊന്നും കാണത്തില്ല. പക്ഷെ ഇവിടെ തിണ്ണയൊക്കെ ഉണ്ട്, കുറച്ച് പഴക്കമുണ്ട്. ഞങ്ങൾ കുടുംബത്താണ് താമസിക്കുന്നത്. അപ്പം വീടൊന്നും ഇതുവരെ വെച്ചിട്ടില്ല. ഇതുണ്ടോ നോക്കെ, വെള്ളം കെട്ടി ഒരു പരുവായി കിടക്കുന്നു. ഇതിപ്പം ചെറിയ രീതിയിൽ മഴ പെയ്തതുകൊണ്ട്, നല്ല മഴയാണെങ്കിൽ നല്ല കെട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം കെട്ടി അങ്ങ് നിൽക്കുന്നു. അതാണ് അവസ്ഥ. ഞാൻ മുറ്റത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിയത് എന്തുവാണ് അവസ്ഥയെന്ന്. ഈ മുറ്റത്തിൻ്റെ അവസ്ഥയൊക്കെ ഞാൻ കാണിച്ചു. ഇനി ഒരു കാര്യം കാണിച്ചു തരാം. മുറ്റത്ത് കുറേ നാളുകൊണ്ട് ഞാൻ ഇവിടെ കുറേ മുളകും കറിവേപ്പിലയും പിന്നെ അത് കഴിഞ്ഞ് കുറേ വഴുതനയൊക്കെ കൊണ്ടുവച്ച് ഡെയിലി വെള്ളമൊഴിയും മണ്ണുകൂട്ടും ഒക്കെ ആയിരുന്നു. പക്ഷേ അതിനകത്ത് ഒരു കായൊക്കെയാണ് പിടിക്കുന്നത്. ഇത് നോക്കാൻ കണ്ടാൽ തോന്നും നല്ല രീതിയിൽ പിടിക്കുന്നതാ ഇതൊക്കെ. ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ ചെറിയ കൃഷിയൊക്കെ ചെയ്ത് കൊടുക്കും. വലുതായിട്ടൊന്നും ഇല്ല. പിന്നെ കുറച്ച് നാളിങ്ങനെ ചെയ്യും, പിന്നെ അതങ്ങ് കളയും. അതാണ് എൻ്റെ കണ്ടി നിൽക്കുന്ന കൃഷിയാണ്. ഇടയ്ക്കിടയ്ക്ക് മണ്ണാക്കും. പക്ഷേ മുളകിനകത്തൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ, പച്ചക്കറി മുളക്. ഇതുണ്ട്, ഒരു പച്ചക്കറി മുളകാണ്. ഇതിനകത്തൊക്കെ ഇഷ്ടംപോലെ പിടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ കറിവേപ്പില ഇല്ലാഞ്ഞിട്ട് പിടിച്ച് 2-3 മൂട് പിടിപ്പിച്ച് ഒരെണ്ണം പിടിക്കുന്നില്ല. എൻ്റെ കൃഷിയാണ് ഈ കാണിക്കുന്നത്. ഗൈസ്, ഇനി നമുക്ക് കുറച്ച് നേരം റോഡിൽ കൂടെ നേരം ഇവിടെയുള്ള പരിപാടികളൊക്കെ കാണിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഒരു 5-6 ദിവസത്തിന് ശേഷം ഒന്ന് ഇറങ്ങി നോക്കുക. മുറ്റത്ത് വലിയ വൃത്തിയൊന്നുമില്ല, എന്നാലും മഴ പെയ്തപ്പോൾ അങ്ങ് പരിപാടിയായി കിടക്കുക. ഇനി നമുക്ക് കുറച്ച് നേരം റോഡിൽ കൂടെ ഒക്കെ ഒന്ന് നടന്ന് റോഡൊക്കെ ഈവനിങ് വാക്ക്. അപ്പം എന്താ ഒരു വൈകുന്നേരം കുറച്ച് നേരം ഞാൻ വിചാരിച്ചു, ഫ്രണ്ട് റോഡാണ് കേട്ടോ. അതുകൊണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയാൽ അങ്ങോട്ട് റോഡാണ്. അപ്പോൾ ഞാൻ വെച്ച് കുറച്ച് നേരം ഇങ്ങനെ നടന്നിട്ട് വരാം. താഴെ അങ്ങ് അവിടെ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിൻ്റെ ഭാഗം വയല, അവിടെ വരെ ചെന്ന് നിൽക്കത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് നേരം ഇങ്ങനെ നടന്നിട്ട് വരാം. നമുക്ക് തോന്നില്ല അവിടെ വരെ കുറച്ച് റോഡ് ഭാഗമൊക്കെ വരെ നടന്നിട്ട്. പിന്നെ വേണ്ടേ, ഇവിടെ ഒരു പോസ്റ്റ് നിൽപ്പുണ്ട് കേട്ടോ. അവിടെ വേണ്ട, ഇവിടെയാണ് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ എല്ലാം സ്വിച്ച് ഇതിനകത്താണ്. മിക്കവാറും ചിലപ്പോൾ ഞാനിടും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇടും. ഇടാത്ത ദിവസമൊക്കെ ഞാൻ അതിൻ്റെ പുറത്ത് കയറി ഇടാറുണ്ട്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ അതുകൂടി ഇട്ടിട്ട് പോവാം. ഓക്കെ, അമ്മ ലൈറ്റ് ഇടാൻ പോയിട്ടുണ്ട്. ഇതിൻ്റെ മണ്ടയിൽ വലിഞ്ഞു പിടിച്ച് കയറും, എന്നിട്ട് ലൈറ്റ് ഇടും. ലൈറ്റ് ഇടുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ, ലൈറ്റ് വീണേ. ഇപ്പം ലൈറ്റ് ഇട്ടു ഗൈസ്.
എന്നും ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ ഇടാറുണ്ട് കേട്ടോ. ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് ഇടത്തുള്ളൂ, അല്ലെങ്കിൽ ഇതിലെ കൂടെ പോകുന്ന ആരെങ്കിലും ഒക്കെ ഇടും. കാരണം വെട്ടം വേണ്ട എല്ലാവർക്കും വേണ്ടുന്നില്ലേ. അങ്ങനെ ഞാനിപ്പോൾ ലൈറ്റ് ഇട്ടു. മിക്ക ദിവസങ്ങളിലും അമ്മയാ ഇടാറുള്ളത്. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അങ്ങനെ റോഡിൽ നിന്നൊക്കെ ഈ മേലോട്ട് കയറി വീട്ടിൽ വന്നുകൊണ്ട് ഇവിടെയുള്ള ചെടികളാണിത് കേട്ടോ. ചെടിയൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു. ഇത് മറ്റേ അടുക്കി നിൽക്കുന്ന ചെടികളാണ്. കുറേയൊക്കെ വെക്കണമെന്ന് തോന്നും, പക്ഷേ എപ്പോഴും ഒന്നും ഇതൊന്നും ശ്രദ്ധിക്കത്തൊന്നുമില്ല. ഇങ്ങനെ കൊണ്ടുവച്ചതാണ് ഇതൊക്കെ. ഞങ്ങൾ നടന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട്. ഇനി അമ്മ ചെയ്യാൻ പോകുന്നത് പറയുന്നത് എൻ്റെ യൂണിഫോം നടന്നൊക്കെ കഴിഞ്ഞ് വന്നു. കുറച്ച് നടന്നപ്പോഴത്തേക്ക് വയ്യ, കാരണം പനിയുടെ ആ ഒരു ഇതൊക്കെ കൊണ്ട് വിടുന്നതേ ഉള്ളൂ. ഞാൻ വിചാരിച്ച് നാളെ സ്കൂളിൽ പോകണ്ടേ, ഇവിടെ യൂണിഫോം ഒക്കെ അത് തേക്കാൻ വിചാരിച്ചു. അപ്പൊ ഇവിടെ ഇട്ടാ യൂണിഫോം തേക്കുന്നത്. ടേബിളൊക്കെ അപ്പുറത്തൊക്കെ കിടപ്പുണ്ടെന്നാലും എൻ്റെ ഒരു എളുപ്പത്തിൽ ഇവിടെ സ്വിച്ച് ഉണ്ടായത് കൊണ്ട് ഇവിടെ ഇട്ട് ഞാനങ്ങ് തേക്കും. ഇതാണ് യൂണിഫോം ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് തേച്ചിട്ട് വരാം. അപ്പം നമുക്ക് അപ്പോഴത്തേക്കും ടൈം ടേബിൾ എടുക്കാം. ഓക്കെ, അമ്മ ഇവിടെ തേക്കത്തെ. അപ്പോൾ ടൈം ടേബിളൊക്കെ അടിച്ചിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് ഞാനൊരു സ്പെഷ്യൽ ആളെ സ്പെഷ്യൽ ആളെ അപ്പം ഇതാണ് സ്പെഷ്യൽ ആള്, എൻ്റെ അമ്മമ്മയാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിരിപ്പുണ്ട്. ഹായ് പറ. ഹായ്. നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടില്ലായിരിക്കും. അപ്പം പക്ഷെ അമ്മമ്മ കുളിയൊക്കെ കഴിഞ്ഞിരിപ്പുണ്ട്. ഇനി നമുക്ക് അമ്മ തേക്കുന്ന കാണിച്ചു തരാം. ഹായ്. അപ്പം ഗൈസ് ഇവിടെ തേച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എളുപ്പത്തിന് ഇവിടെ കൊണ്ടിട്ട് തേക്കുന്നത്. എവിടെയും കൂടെ കട്ടിലുണ്ടായതുകൊണ്ട് ഇവിടെ ഇട്ടങ്ങ് തേക്കും. അതാ ഇവിടെ യൂണിഫോം തേച്ചുകൊണ്ടിരിക്കുക. എന്നും വൈകുന്നേരത്ത് ഇങ്ങനെ തേച്ചിടും കേട്ടോ. രാവിലെ എളുപ്പമാവുമല്ലോ. അപ്പം നമുക്ക് തേച്ചൊക്കെ കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗായ്സ്, ഞാൻ ബുക്കൊക്കെ അടുക്കിയിട്ടുണ്ട്. ഇത്രയും ബുക്കാണ് എനിക്ക് കൊണ്ടുപോകേണ്ടത്. അപ്പം നമുക്ക് നേരെ ബാഗിൽ വെക്കട്ടെ. അപ്പോൾ ഗൈസ്, യൂണിഫോം ഞാൻ തേച്ച് വെച്ച് നമ്മുടെ കസേരയിലോട്ട് എടുത്തിട്ട് അപ്പോൾ രാവിലെ ഒരുങ്ങുന്നതിന് വന്ന് എളുപ്പമായിട്ട് ഒരുങ്ങിക്കോളും. ഇവിടെ ടൈം ടേബിളും ഒക്കെ അടുക്കി വെച്ച് കഴിഞ്ഞു. അപ്പം സെറ്റായിട്ടുണ്ട്, എല്ലാം ഒരുവിധം സെറ്റായി. ടൈം ടേബിളെല്ലാം അടുക്കി വെച്ച് യൂണിഫോം തേച്ചിട്ട് പിന്നെ വൈകുന്നേരം കുറച്ച് നേരം പുറത്തോട്ട് ഇറങ്ങിയത്. ഒത്തിരി നാളായില്ലേ, ഒത്തിരി ദിവസമായിരിക്കും, ഒരു 5-6 ദിവസത്തിൽ കൂടുതലായെന്ന് തോന്നുന്നു വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഞാൻ ജസ്റ്റൊക്കെ ഇവിടെ നിന്ന് പനി മാറിയതിന് ശേഷം ഞാൻ വെച്ചൊന്ന് ഇറങ്ങി ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കാം, ഒരു വീഡിയോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു മിനി ഈവനിങ് വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. സബ്സ്ക്രിപ്ഷൻ വേണം, എങ്കിലേ ഞങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റൂ. കമൻസ് ഇടണം. ഈ ചെയ്യുന്ന വീഡിയോയ്ക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞ് നിങ്ങൾക്ക് ഇനി എങ്ങനെ വീഡിയോ വേണമെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ പറയണം. അപ്പം ഞങ്ങളത് അനുസരിച്ച് ഞങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.